ഞാൻ ടിക്കറ്റ് മേടിച്ചു. ധാരാളം പറഞ്ഞത് നോക്കിയാ നീ ഇപ്പൊ പൊങ്ങി. ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. എന്റെ അമ്മോ. എന്നാ ഞാൻ വരട്ടെ, വളരെ ബിസിയാ. അതെ, അച്ചൂട്ടി ജയിലിൽ പോയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അതിനുമുമ്പ് അവനെങ്ങനെ ഇറങ്ങി? ആ പണ്ടാരത്തിനെ പുറത്തിറക്കാൻ കൊല്ല കൊമ്പന്മാരില്ല ഇവിടെ. അവനകത്ത് കിടന്ന് അവർക്കല്ലേ നഷ്ടം. ഇനി ഇവിടെ ദിവസം അടിയുടെ പൂരായിരിക്കും അല്ലേ? അപ്പൊ സ്റ്റണ്ട് പടത്തിന് ഇന്ന് ശോഭ ടാക്കീസിൽ ആള് കുറയും. മുതലാളിയേ, അവറാച്ച മുതലാളി. ഉസ്താദ് വരുന്നു അറിഞ്ഞപ്പോഴേക്കും മൂപ്പര് ഇവിടുന്ന് മുങ്ങിയോ? എന്താടാ വിളിച്ചു പോകുന്നത്? ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങും. അതിന് ആ താക്കോലും തന്നെ. താക്കോല് തരില്ല, ഞാനത് പൊളിച്ച് കെട്ടിടം പണിയാൻ പോവാ. അപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ? എന്തിനാ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ. എന്റെ കർത്താവേ, ഒരുത്തനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ ദോഷപ്രതിക്ക് പോയിട്ട് പൊറുതി ദോഷക്കേടായി പറഞ്ഞ പോലായി. ഇനി അവനെ ഒഴിപ്പിക്കാൻ ഞാൻ ഏത് ഗുണ്ടയാ ഏൽപ്പിക്കേണ്ടത്? അത് ആലോചിച്ച് മുതലാളിനെ പ്രശ്നം കൂട്ടണ്ട. ഞാൻ ഉസ്താദായി കൺസൾട്ട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. നീ എന്നെ പേടിപ്പിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും ഇനി താക്കോല് വരുന്ന പ്രശ്നമില്ല. ഓഹോ, ഏതായാലും മുതലാളിക്ക് ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും സംസാരിക്കണില്ല. ഓക്കേ മണിയാ, ഒന്ന് നിന്നേ. എന്തിനാ? മനുഷ്യ, അല്ലെങ്കിലേ ഇതിയാന് പ്രഷറിന്റെ അസുഖ. ഇനി പച്ചുട്ടിയുടെ തല്ലുകൊണ്ട് നടു ഒടിഞ്ഞു കിടക്കണോ? ഇതിയാൻ ഒന്നിനൊട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. താക്കോല് കൊണ്ടുപോ. ചേട്ടനും ചേച്ചി തമ്മിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. ഇയാൾക്ക് പ്രഷറല്ല, പ്രഷർ കുക്കറാ വരേണ്ടത്. ചാച്ചായിന് വെള്ളക്കത്തിന് നേരത്തെ എടുത്ത് വെച്ചോട്ടോ. ഉസ്താദിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്താ പോണെന്ന് ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു. ഇതൊക്കെ കാണാൻ കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കണ്ടാവോ? അങ്ങോട്ട് പോട്ടെ. വാടക കൊടുത്തില്ല ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്താ എന്താ? ഇതാണ് ഇവിടെ കൊണ്ടിട്ടെ. ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. അമ്പലം പിടിച്ച് ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ കൂട്ടിട്ടുന്നു അവനെ. അതെ, വന്നോ? ഇന്ന് ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസാ. നേരെ ഇങ്ങോട്ടാ വരിക? അതെനിക്കറിയില്ല. ഏതായാലും 1-2 കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഏതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പാട് മോളാ ഐഷ, മലപ്പുറത്താ. ആണോ? കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനൊരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ VIP ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. എന്തായി കാട്ടണേ? അത് മണിയന്റെ ഒരു സൂക്കേടാ, തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് പറ്റിയൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് കാര്യത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല, എനിക്കറിയില്ല. എന്താ ചെയ്യാ? പേടിയിൽ പിടിപ്പൻ പണിയുണ്ട്. നമ്മൾ പോട്ടെ. ശരി. പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. ശാന്തേ, അതെ ഉസ്താദ് എത്തൂട്ടോ. ആരൊക്കെ 1, 2, 3 4 കൊല്ലം ഇറങ്ങിയേക്കണേ. ഉസ്താദ് അകത്ത് പോയപ്പോ വെള്ളരിപ്രാവുകളൊക്കെ വന്നു കൂടിയല്ലേ. നൽപ്പം ബിസിയാണ്. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണ്ടേ? നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ മക്കളെ. എവിടാ ഇട്ടിച്ചൻ? ഇച്ചായൻ വിടില്ല. എവിടെ പോയി? ഇച്ചായൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? വേണ്ട. പക്ഷെ അവൻ എവിടെ പോയാലും അവനെ ഞാൻ പൊക്കും. നീ പോയി പൊക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. കൊലയാടി മോനെ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്തയില്ലാത്തരം പറഞ്ഞോടാ.
ഉസ്താദേ! വേണ്ട. ഡാ അവൻ വരുമ്പം പറഞ്ഞേക്ക് അച്ചു അകത്തൊന്നും ഇറങ്ങിയില്ല. അതിനു മുമ്പേ തുടങ്ങിയല്ലടാ. കേടാ വണ്ടിയിൽ. എന്തിനാ സാറേ? അയ്യോ, കാരണം പതിപ്പിച്ചാലേ സാറ് കേറത്തുള്ളൂ അല്ലേ? കേറാ റാസ്കൽ. നടക്കടാ. ഞാനിപ്പോ വരാം, നീ പോക്കൂ. നാരായണനാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. താമ്പയ്ക്കോ? എടാ, കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോന്ന് വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ, ഇടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ആ ഇട്ടിച്ചൻ കാണിച്ചു. ചുമ്മാ എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു കാത്തിരിക്കായിരുന്നു ഞാൻ. എടാ, നീ എന്നെ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ, ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാലേ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയോ? വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. സാറേ, എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ, കഷ്ടം. ഹലോ, വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ, രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കി. അല്ല, ആരും തച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട, പോത്തറച്ച് മോളെ എടുത്തു കൊടുക്കും എനിക്ക്. വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ച് എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. നൈനവാ, എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓൻ എന്നെ തല്ലെ കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റാ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടണേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, എന്താ ജയിലിലിപ്പോ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തിറച്ചി പോത്തറച്ചിന്റെ സൈനബാ, ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചുട്ടി. ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട സ്നേഹിക്ക, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം, നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിക്കും. വെള്ളം ഒഴിയടാ. മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക,
2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി 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 നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മ ഇങ്ങനെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. ഓ മതി മതി നിർത്ത. നീ ദീപം കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ? ആ, എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ നന്ദി. ഉസ്താദ് പട്ടീന്ന് വിളിച്ച എന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? ആ വേണം, ഇപ്പൊ തന്നെ മാറണ? ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. ഓരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ടോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ. കൊച്ചിനെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ കോട്ടം കണ്ടയ്യപ്പം താരാ. ശ്രീരാമനും ലച്ചമണനും അങ്ങിനെ 2 തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടു കൂട്ടും. ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണ്ടെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. പോവന്നെയാ? ആ, എന്നെ ചവിട്ടിയല്ലേ? ഓ, എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്ക കാര്യത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയാ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല, അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ഒരു ബീഡിങ് എടുത്ത്. അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബു കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ചാൽ അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. ഖുശ്ബു പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട, ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അതെ, നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്.
ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ്. വരുന്നുണ്ട് നാശം. മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ മാറ് മാറ് വെള്ളം എടുക്കൽ പിന്നെ നീ എന്തായാലും നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ? എവിടേക്കാ നോക്കണേ? കർമ്മ നിന്റെ അപ്പ നിന്റെയാ. നീ പോയി ഞാൻ കൂട്ടല്ല അതിന് ഞാൻ പുള്ളി തുടങ്ങല്ലേ ഉസ്താദേ? എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ ഒഴിക്കേ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി സുമേ, കുളിക്കുന്നോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. പുറന്തേക്ക് എന്താ നോക്കുന്ന? കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അത്മാശ പേരുകൊണ്ട് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടത്തോളം വരെ പോകണ്ടോ? നാണോ മനുമില്ലാത്ത വൃത്തികെട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. മനീഷ, ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയ്യാളാ. എങ്ങനെയുണ്ട് ഉസ്താദേ? മനീഷ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. അങ്ങേര് പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴത്തി വീഴോടാ കാലമോടാ. കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയ്യാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കടാ വെള്ളം. അത് കുളിച്ചാട്ടെ. ഓ ഒന്ന് വേഗം ഇറങ്ങാശാനെ. ആളുണ്ട്. ആ വരൂ. സേതുരാമ സാറ് പൂജാമുറിയില്ല. ഒന്നും പേടിക്കണ്ട. സുപ്രഭാതം. ഇരിക്കൂ. ബിസ്മില്ലാ ഖാന്റെ ഷഹനായി വല്ലാത്തൊരു മൂടാണ്. എന്താ പറയുക, ദിവ്യാനുഭൂതി എന്നൊക്കെ പറയില്ലേ? ശരിയാ. ഇരിക്കൂ. തിരുവമ്പാടിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ രക്ഷിക്കണം അവിടുന്ന്. എന്താ ഇത് ഈശ്വര? ആവനാഴിയിലെ അവസാനത്തെ അമ്പാണെന്നറിയാം. എന്താ അതെന്റെ പ്രശ്നം? പാർട്ടി ഇത്തവണ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് ഇതെല്ലാം തീരുമാനിച്ചു. ആ അലക്സാണ്ടർ ഗ്രൂപ്പും എനിക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുക. ഇത്തവണ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരും എന്നെ കൈയൊഴിയും. അപ്പൊ അലക്സാണ്ടർ ആണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് അല്ലേ? പിന്നിൽ നിന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ മുന്നിൽ നിന്ന് കുത്താറുണ്ട്. അലക്സാണ്ടറും തിരുവമ്പാടിയെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ പ്രശ്നം സോൾവ് ചെയ്താ പോരെ? അല്ല, അതിപ്പോ എങ്ങനെയാ? താൻ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു. അത്ര പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കുക, മത്സരിക്കുക, ജയിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ തിരുവമ്പാടി, പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം. എന്നും പുതിയതിനെ സ്വീകരിക്കുവാനാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യം. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ഈ സേതുരാമയ്യരുടെ പ്രവചനം ഒന്നും തെറ്റാറില്ല.
താനിപ്പോഴേ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചു വച്ചോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സേതുരാമനെ സ്നേഹിക്കുന്നവരെ സേതുരാമൻ ഒരിക്കലും കൈവിടില്ല. അതാണ് സേതുരാമയ്യർ. ഞാൻ ഈ കച്ചവടമൊക്കെ നിർത്തി സേനവാനും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്കാം. നേരം വെളുക്കുമ്പോ തൊട്ട് മോന്തി ആണരുത് തുറന്നിട്ടിട്ട് എന്തിട്ടാനാ? കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പച്ച. ഇന്ന തിന്നേന്റെയും കുട്ടിയേന്റെയും കാശ് വെച്ചാലോ മെക്കിട്ടേറാനും വരും. അച്ഛനിക്ക് അവന്റെ ഒക്കെ പേരിൽ ലിസ്റ്റിംഗ് എടുത്താ അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്തിനാണ് മോനെ വയക്കിനും വക്കാനത്തിനൊക്കെ പോണേ? മനസ്സുള്ളവൻ തരട്ടേന്ന്. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, ഓ നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. ആ അതെ, ഒട്ടിനും പത്രികയുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. ഹസനിക്ക, ഓ ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ? എത്തിച്ചു വിടണം മോനെ. ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയമാവുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയൻ. കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിൽക്കല്ലേ? ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യനുണ്ടോ? അടുപ്പത്തിൽ 3 ചായ കേട്ടെ. അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളാന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി എവിടാടാ പട്ടി കഴിവതമോൻ? അച്ചൂട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടയ്ക്കിൽ ഇട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്ന് ഞൊടിച്ചാ ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ?
ആരാ മനസ്സിലായില്ല? ഞാൻ സിന്ധു, മേലേപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഇത് ഞാൻ എടുത്തോളാം. വാ മോള് വാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. മോക്ക് എങ്ങനെ മനസ്സിലായി? ഓ, അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ? എനിക്കിവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവിടെ താമസിക്കാനോ? അതെ. എന്റെ കൂടെയോ? ചുമ്മാ തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തേച്ചി, ഞാൻ ഇപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ആ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മോക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളവും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടേച്ചാ ഞാൻ വരുന്നത്. ആ, എന്നാ അത് അവൻ തന്നെയാ, അച്ചൂട്ടി. അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു. ആ, മോക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തേച്ചി ഉള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല, ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക? അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ. ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി മോളുടെ ഇഷ്ടം. ശാന്തേച്ചി, എന്തെങ്കിലും വായിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ പുതിയ നഴ്സാ? അല്ല, ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനൊരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല, ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കൊള്ളി, പത്രത്തിൽ വരുമല്ലോ. നമ്മൾ പോട്ടെ. സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. പിന്നെ കാണാട്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ സൈനഭ. പാവം കുട്ടിയാ. ആ, മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നിർത്ത് അച്ചൂട്ടിയെ, അച്ചൂട്ടി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അറിയാമോ? എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങേര് ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. ഒരു പെരുന്നാളെ ഒരു കൂട്ടായി നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി. ചിഹ്നം. വിട്ടോ. സേതുരാമ മുതലാളി കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല. കൂടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അതാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? വന്നോളും, പോയിക്കോ. അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും. എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ, മുതലാളിമാരെ വിളിച്ച ഉടനെ ഓടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ജീവൻ പണയം വെച്ചോണ്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ? തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരുണ്യം കൊണ്ടാ. എന്നെ പാർട്ടിയിൽ നിന്ന് കരിവേപ്പല പോലെ പുറത്തെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ. തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കുറെ അഴിമതികളൊക്കെ നടത്താൻ. തിരുവമ്പാടി സാർ മന്ത്രി ആവണമെന്നുണ്ടോ? അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ സേതു സാറേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ.
ലേഡീസിനും ജെന്റ്സിനും ഒരേ സമയത്ത് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള എ വെൽ സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലബ്. ദേവയാനിയുടെ ആരോഗ്യപരമായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ബോഡി ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ ശങ്കയിലാണ്ട് കേറിച്ചല്ലോ. മോസ്റ്റ് വെൽക്കം. പക്ഷേ ഇതിനെല്ലാം സേതു സാറ് കനിഞ്ഞല്ലേ പറ്റൂ. ഇന്ന് വരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ. ഹലോ സാർ. ആ വരാൻ പറയൂ. അവനാ അച്ചൂട്ടി. എന്തിനാ എന്നെ വിളിച്ചേ? എന്നാ ഞങ്ങളങ്ങോട്ട്. കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ്, അവനെ എനിക്ക് വേണം. എന്റെ 2 കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത്. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ്. അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടൻ നായർ അയച്ചതാ ഞാൻ. പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാണ്. എനിക്കവനെ കണ്ടേ പറ്റൂ. അപ്പൂട്ടൻ നായരെ, വാള് കൊടുവാള് മാറിക്കടാ. നമസ്കാരം. ഓടീച്ചനാണല്ലേ? അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ മാത്രം മാറി വരാൻ പറ്റുള്ളേ. അതുകൊണ്ടാ ഇതൊരു മത്സരമായിട്ട് ആരും കാണരുത്. നന്നാവണൊരു നന്നായിക്കോട്ടെ ഉസ്താദേ, നമുക്കെന്താ കുഴപ്പം? അല്ല, നല്ലത് നായിക്ക് തരില്ലല്ലോ. ബില്ല് ഞാൻ നോക്കാം. 750 രൂപയോ? ഉസ്താദെ ബില്ല് കറക്റ്റ് ആണോ നോക്കിയാൽ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ്. എരിയണ് മുളക് ഈ കണക്കിന് വയ്യ. തലയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ. അത് പൊട്ടിച്ചില്ലേ? ഈ കുണ്ടോണന്റെ ബാലൻസ് ഒന്നില്ലേ? കൊടുത്തു. അത് പൊട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് ഞാനും ഇത്ര ചോദിച്ചാ കയ്യിലുള്ള കാശ് ഒറ്റടിക്ക് തീർക്കാം. എടാ, നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നത് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റോ? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് അവന്മാർ ചുമ്മാ ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കില്ല. അത് പറവ, ഇത് നമ്മള്. പറവയ്ക്ക് എന്തും ചെയ്യാം. പറവയുടെ കളി കൈവിട്ട കളി, നമ്മുടെ ഈ കളി തീക്കളി. അത് ഓർത്തോ? ഇത് കൊള്ളാമല്ലോ. ഒന്ന് റെഡിടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിടി ഉസ്താദേ, മിണ്ടൻ. ഒന്ന് റെഡിടാ. ആക്രാന്തം ആക്രാന്തം. പിടി പിടി. ഇല്ലേ ഓട്ടോടെ കാശ് തന്നിട്ട് പോണം. കാശോ? ഏത് കാശ്? ഓ, പോടാ കോപ്പ. പിടി 10 രൂപ. 10 രൂപയോ?
മീറ്ററിൽ തന്നെ 40 രൂപയായി. ഞങ്ങള് മീറ്റർ മേടിച്ചില്ലല്ലോ അല്ലേ? ബാക്കി പൈസ തരണം. പോടാ തന്നത് മേടിച്ചോണ്ടങ്ങ് പോയാ മതി. പാതിരാത്രി വരെ ലോകം മുഴുവൻ ചുറ്റിയിട്ട് എന്ത് വർത്തമാനാ പറയുന്നേ? ലോകം മുഴുവൻ ചുറ്റിയോ? എടാ മണിയാ, നമ്മള് സ്റ്റാൻഡിൽ നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ? ഇങ്ങോട്ട് വരുമ്പോ എവിടൊക്കെ പോയി? എവിടെയൊക്കെ പോയാടാ നമ്മള്? ഇങ്ങോട്ട് വന്നപ്പോ പട്ടണം ശാന്തയുടെ വീട്ടില് ഒരു 1 1/2 അതോ ബ്രാൻഡി ഷാപ്പിൽ ഒരു 30 മിനിറ്റ്. അതും അത്ര എനിക്ക് ഓർമ്മയുള്ളൂ അല്ലേ? കാശെടുക്കണം. ഏ? ബാക്കി തരാൻ. ആച്ചോ? പോടാ 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 പോടാ, പോടാ, പോടാ പോടാ, തല്ലുകൊള്ളാ, അടിച്ച് കളിക്കണേ. പോടാ പോടാ എടാ പോടാ. കണ്ടോ കളിക്കണോ? ഇത് ഇവിടുത്തെ സ്ഥിരം പതിവാ. നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. വാ ഒന്ന് കിടക്കാൻ നോക്ക്. എന്താ ചേച്ചി? ടാങ്കിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്, അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി. അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ടും അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഉണ്ടായിട്ടെന്താ? ആരാ അവനോട് ചോദിക്കുക? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ. പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ സിന്ധു വേണ്ട. നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ. എടാ വെള്ളം ഒഴിക്കാൻ. ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? ഈ പൈപ്പ് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്തുനിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിൽക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ. ഏതാ പെണ്ണ്? ഒരു ബീഡിത. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഇങ്ങക്കിത് എന്തായി പോയിന്ന്? പിരാന്തുണ്ടോ? ഇതുവരെ മൂപ്പരെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. നിങ്ങൾ സൂക്ഷിച്ചോളി. അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് ഓച്ചാൻസ് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്നാ ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത്? നീ പറയുന്ന പോലെ അല്ല മോളെ. ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനവൻ. ശരിയാട്ടോ, അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ത്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി അടി. ചന്ത ചന്ത പൂലൻ ദേവി. ഇവനെ മോളെ നീ അവിടെ ഇരിക്കെ. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കെ. എന്താണ് ഒക്കെ ചത്തോ? നമ്മള് സംസാരിച്ച് ഇവിടെ വല കളയണ്ട. വാ നമുക്ക് പോവാം. ഒരു പട്ടിനെ കാണില്ല. നേരം വെളുക്കുമ്പോ ഒറ്റയെണ്ണത്തിനൂടെ കണ്ടേക്കരുത്. ഞാൻ നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി എടപ്പള്ളി പള്ളിയിൽ 8 മെഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചോടി. ഞങ്ങളെ സ്വഭാവം അറിയില്ല. ശവങ്ങള് കാലത്തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില് ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ, വെള്ളം തൂക്കി തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നാ വന്നൊരു പീറ പെണ്ണ് മരട്ടിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലച്ചത്. ആ, പോപ്പേ. അച്ചുട്ടിക്കാ. എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? കുളി എവിടെ ആക്കിയത്? മോശമായി പോയി. പിന്നെ നിന്റെ പറയലൊന്ന് കുളിക്കണം. അത് ബാപ്പയോട് ചോദിക്കണം. നിന്ന് കിണുങ്ങുന്നു. നിങ്ങളെന്താണ് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്. എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ, ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം ഊഞ്ഞാലാട്ടം. അവൾക്ക് നാണായി, എനിക്ക് നാണായി. ഉസ്താദ് എന്താ ആലോചിക്കണേ? ഞാനൊരു കാര്യം ചോദിച്ചാ ഉസ്താദ് ദേഷ്യപ്പെടരുത്. എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ? നിനക്ക് കെട്ടിയോളും മക്കളുണ്ടോ അട്ടപ്പാടിയില്? അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഉണ്ണികൃഷ്ണ, ഇങ്ങ വന്നേ. മണി ഓർഡർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അച്ചൂട്ടിക്കില്ല. എനിക്കാരയക്കാനോട്. അതല്ല, താൻ്റെ കാര്യം ചെയ്യും. തന്റെ കയ്യിലുള്ള മണി ഓർഡർ 2 ദിവസത്തേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ചെറിയ റോളിങ്ങിനാ. കണ്ടവരുടെ മണി ഓർഡർ എടുത്ത് റോൾ ചെയ്യാനോ? എന്റെ പണി തെറിച്ചു പോവും. ഒന്ന് പോടോ. എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കത്തയച്ചാ കിട്ടുന്ന 4 മാസം കൊണ്ടാ. എന്നിട്ടാ മണി ഓർഡർ. എടോ, ഈ മണി ഓർഡർ കിട്ടാനുള്ളവർക്കറിയോ ഇന്ന് അവരുടെ കാശത്തുവന്ന്? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം. നടക്കില്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചോടോ. ഉസ്താദേ, മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പൈസ തരില്ല. നീ ഇല്ല. തരില്ലേ? കഴിച്ചെടുക്കല്ലേ? അടങ്ങി നോടാ. എന്നെ അടിക്കല്ലേ? എവിടെയാ കാശ്? ജോലി പോക്കറ്റ് കീറി ഞാൻ വരിക നോറ്. എടുക്കാം. മണിയെ പിടിക്കണം അവനെ. പിടിക്കണം. മണിയെ. അച്ചുട്ടി, എന്റെ ജോലി പോയിട്ട് അച്ചുട്ടി കാലം പിടിക്കാൻ വേണ്ട. അച്ചുട്ടി മണിയാ, വാടാ. മിസ്റ്റർ, വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ, അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചൂടെ? നിർത്തടി. നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ? ജില്ലാ കളക്ടറോ? അല്ല, സിന്ധു. ആ പൈസ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല. ആ പൈസ തിരിച്ചു. ഒന്നുകളയും ഞാൻ. വിടണ എന്നെ. നിനക്കെന്നെ മനസ്സിലായിട്ടടി പുല്ലേ. അല്ലേ, ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കണ്ടുപോകാനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിടണ. വാടാ. മോളെ, എന്നോടൊന്നും തോന്നരുത്. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇനി ഇവിടെ നിന്ന് ആപത്താ. അവൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കണ്ടാൽ എന്ത് ചെയ്യും? കൊന്നുകളയോ? അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് രണ്ടിലൊന്നറിയണം. മോളെ, നിനക്കവന് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവനത് നടത്തിയിരിക്കും. അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. ടീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും നുണയാ. എനിക്കെല്ലാം തന്നു ദൈവം, എല്ലാം. പക്ഷേ സ്നേഹം, ദയ, അത് മാത്രം കിട്ടിയില്ല. അമ്മയുടെ തോരാത്ത കണ്ണീർ, അച്ഛന്റെ നിസ്സഹായാവസ്ഥ, രണ്ടാനമ്മയുടെ ക്രൂരത. വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറിയ അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പത്മാവതി, അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ.
വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല, അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്നറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി. അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം നാൾ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല. ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എത്രയോ രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക പീഡനവും കുറ്റബോധവും ആയിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത്. അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും സഹിച്ച് ഒരു അനാഥയെ പോലെ എനിക്ക് അവിടെ കഴിയേണ്ടി വന്നു. സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരു അധികപ്പറ്റായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും. ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി. അല്ലെങ്കിലും മമ്മിയും ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല. ആന്റി, മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ. ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കലാതിലയം കിട്ടിയതിനു ശേഷം TV സീരിയലും മറ്റും അഭിനയിക്കാൻ എനിക്ക് എത്ര ഓഫേഴ്സ് വന്നറിയോ? അയ്യോ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. പ്ലീസ് അങ്കിൾ, അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ. എന്റെ ഒരു റിക്വസ്റ്റാ, ഒന്ന് പറയൂ ആന്റി. ആ എങ്കി സിന്ധു മോള് ഞങ്ങൾക്കൊരു വാക്ക് തരണം. മറ്റൊന്നുമല്ല, മോളുടെ കല്യാണക്കാരൻ തന്നെയാ. എന്റെ ചേച്ചിയുടെ മോനാ സുരേഷ്, ഡൽഹിയിലെ എയർഫോഴ്സിലാ. അയ്യോ, സുരേഷ് ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ? മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, ചിറ്റയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ ദേവകി? വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം. പത്മാവതി അമ്മ എന്ത് പറയുന്നു? ഓ, അങ്ങനെയെങ്കി അങ്ങനെ. ദേവകി, സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ പറയ്. സിന്ധു, ദാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം. അത് ഞങ്ങൾ ഡൽഹി പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം. അല്ലേ സിന്ധു? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വരുന്ന മാസം 10-ാം തീയതി കല്യാണം. അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്താ പത്മാവതിമ്മേ? ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ മതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം. കുട്ടി പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ട് ഞങ്ങളും വരാം. ശരി. കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താങ്ക്സ്. ആ, അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്താ. അയ്യേ, ഞാൻ ഈ ചുരിദാർ ഇട്ടോളാം. ശരീരം മുഴുവനും മൂടിപ്പൊതിഞ്ഞു നിന്നാ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല. ഇതൊരു ആഡ് ഫിലിം അല്ല കുട്ടി. ആ, ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. ഇതൊക്കെ മൂടി വെക്കുന്നത് എന്താ ഇത്? ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇത്ര മോഡേൺ ആയിട്ട് അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഡ്രസ്സിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. Take it easy. Okay, bye. ഫിലിമിന്റെ പേരിൽ അവിടെ വേറെന്തൊക്കെയോ വൃത്തികേടുകളാണ് നടക്കുന്നത്. നമുക്കുടനെ പോലീസിൽ വിവരം അറിയിക്കണം. അത് വേണോ? വേണം. നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ.
എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനിവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് DIGയുടെ ഫോൺ. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? നാറാവുന്നിടത്തോളം നാറിയില്ലേ ഞാൻ. സ്റ്റേഷനിലെത്തും മുമ്പേ ജാമ്യവുമായി ആളുണ്ടായിരുന്നില്ലേ അവിടെ? കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയാനി? ആ സിന്ധു എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് SIക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക്. എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഈ വരുന്ന 27-ാം തീയതി അവളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. സംഭവമല്ല ഒതുക്കിയ സ്ഥിതിക്ക് ഈ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സിന്ധു, അവളെ ഞാൻ കുത്തുവാള എടുപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പാഞ്ചാലി ശപഥം എന്നൊക്കെ പറയുന്ന പോലെ ദേവയാനി ശപഥം അല്ലേ? അതെ, ഈ ശപഥം നിറവേറ്റാൻ സേതു സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ദേവയാനി ഇമോഷണൽ ആവണ്ട. അപ്പോൾ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക്. ശരി. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. വാ, അകത്തിരിക്കാം. നീ റെഡിയാവും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ ശരി, സന്തോഷമുണ്ടല്ലേ? മാഡം, ഒരു ഫോണുണ്ട്. 1 മിനിറ്റ്. അത് പുറത്തുനിന്ന് അടച്ചു. ഹലോ, മിസ്റ്റർ സുരേഷ് അല്ലേ? അതെ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്രശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും. നിങ്ങളാരാ? യുവർ വെൽ വിഷർ. ഓക്കെ, ബൈ. ഹലോ ഹലോ. എന്റെ വിവാഹം മുടങ്ങി. എല്ലാവരും എന്നെ വെറുത്തു, പരിഹസിച്ചു. എന്റെ ജീവിതം, ഭാവി എല്ലാം നശിച്ചു. എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ഭാര്യയെ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ. ഒരിക്കലും അത് ശാശ്വതമാവില്ല. ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയാ ഇതൊക്കെ. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? 20 വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് ചേച്ചിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ്. അത് ഞാൻ തെളിയിക്കും. കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാന്ന് പറയരുത്. ഓ, ഒരു ശീലാവതി വന്നിരിക്കുന്നു. നീ ആരാടി ഇതിടപെടാൻ? വന്ന അന്ന് മുതൽ നീ എനിക്ക് തിളക്കാൻ തുടങ്ങിയതാ. പിഴച്ച വർഗം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യടി പുല്ലേ? ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു. എന്താ സംശയം? നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ടുകൂടെ പറയിപ്പിക്കരുത്. എന്ത് പറയാൻ? നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ലേഡി. ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഒന്നല്ല 100 വട്ടം പറയാം. നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ്. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മതി, അത് കേട്ടാ മാത്രം മതി എനിക്ക്. ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്.
കാശിനു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു. നിൽക്കൂ, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ച ഉടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ? ആ കുഞ്ഞ് നിങ്ങളെ പോലെ തന്തയില്ലാത്തവനായി വളരണോ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ആ പടി ചവിട്ടി പോരും. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നോളാം ഞാൻ. ചേച്ചി, ആരാ നിന്നെ പഴപ്പിച്ചെന്ന് വെച്ചാ അവന്റെ കൂടെ പോയി കൊടുത്തോ. മാറങ്ങോട്ട്. അച്ചുട്ടേ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാ? പറയണോ? മണിയാ, ഒരു വീഡിയോ. ഓളെ കണ്ണീര് വീണാൽ എന്നോട് പടച്ചോൻ പോലും പൊറുക്കൂല. യോളെ വിളിച്ച് കുടിക്കേറ്റ്. ഞാൻ വിളിക്കട്ടെ? എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കാഴ്ച കണ്ട് മതിയായില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പെങ്ങളെ വാ. ഉസ്താദേ, 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 ഉസ്താദേ. ആ, ഉസ്താദ് എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയതാ? കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ്? ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, അത് മറക്കണ്ട. എന്റെ പെങ്ങളെ, ഞാൻ അതിനൊന്നും വന്നല്ല. എന്റെ ബാഗ് എടുക്കാൻ വന്നാ. ഞാൻ ഇവിടുന്ന് താമസം മാറാ. പോട്ടെ. അവിടെ നിക്കേ. നീ എങ്ങോട്ടാ ബാഗ് എടുത്തോണ്ട്? നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇതകത്തോണ്ട് വയ്ക്ക്. ഉസ്താദെ, അത് ശരിയാവില്ല. നീ ആരെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം, ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ? ആരും പേടിച്ചിട്ടല്ല. ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല. പെങ്ങളെ, ഞാൻ പോട്ടെ. ഒരു സ്ട്രോങ് ചായ. ഇങ്ങോട്ട് ഒരു ബാഗൊക്കെ. ഞാൻ നമ്മുടെ ഗോപാലന്റെ പീടിയുടെ മുകളിലേക്ക് താമസം മാറ്റാൻ പോവാ. അതേതായാലും നന്നായി. ആയിഷോ, ഒരു ചായ കിട്ടെടുത്തോ. ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ അച്ചൂട്ടി നിന്നെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയതല്ല, അവിടെ അത്രയ്ക്ക് സൗകര്യമല്ലേ ഉള്ളൂ. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മണിയൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അച്ചൂട്ടി സമ്മതിക്കണ്ടേ? അല്ല മണിയാ, തെണ്ടിത്തരം തമ്മാടിത്തരം കാണിക്കുമെങ്കിൽ സ്വന്തം അമ്മേനും തിരിച്ചറിയാനുള്ള കഴിവിരിക്കണ്ടോ? നിന്നെ പോലുള്ള തെണ്ടികളെ കൈകാര്യം ചെയ്ത് ഉസ്താദ് വേണമെന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. എന്നോട് ഞാനാ പറഞ്ഞു. ഒന്ന് കളയാൻ എല്ലാത്തിനും ഞാൻ
മണിയാ മണിയാ ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഓ, നീ ഇവിടെ തന്നെ കുടിയിരിക്കുകയാണല്ലേ? വന്ന ഉടനെ ഇറക്കി വിട്ടില്ല അവനെ അവകാശം സ്ഥാപിക്കാൻ. അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട. പിന്നെ അനുഭവിപ്പിക്കും ഞാൻ. നോയിക്കോ. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ? എന്നെ ഈ നരകത്തിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ? ഇറങ്ങി പോടി ഉല്ലേ. എവിടേക്ക്? ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും. ഇതിലെ വെള്ളം ഇവിടെ പോയി. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുടിച്ചു. കുടിക്കേ? എന്താ, എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും? ഇങ്ങനെ പട്ടിണി അടക്കാനായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാ? അവനെയോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വയറ്റിലൊരു ജീവൻ വളരുന്നില്ലേ? അതെങ്കിലും നീ ഓർക്കണ്ടേ? വാശി കളഞ്ഞിട്ട് വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കുമോളെ. എന്നും ഭക്ഷണം ഒരുക്കി തരാൻ ചേച്ചി ഉണ്ടാവോ? സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം വാശി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഭക്ഷണത്തോട് വാശി പിടിച്ച് ഇങ്ങനെ പട്ടിണി അടക്കരുത്. അത് ദൈവദോഷ. അല്ല, എന്താ നഴ്സമ്മ പുതിയ കൂട്ടിയിരിക്കുക? എന്ത് പറയാനേക്കാ, രാവിലെ മുതൽ പട്ടിണി ഇരിക്കുക. എന്താ നിങ്ങൾക്ക് നോമ്പാ? അല്ല, അച്ചുട്ടില്ല ഇവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ. കാട്ടുപോയിക്ക് എന്ത് ചങ്കരാന്തി. ഓനുണ്ട് ഇത് വല്ലതും തിരിയാൻ പോണ്. ഇത്രയും കാലം പെണ്ണും പെടുക്കോ ഇല്ലാണ്ട് ജീവിച്ചോനല്ലേ. മോള് വിഷമിക്കണ്ട. ആളൊരു മുരടനാണെങ്കിലും ഓന്റെ കൽബ് നല്ലതാ. ഞമ്മക്കറി അസലായിട്ട് ഓനെ. പിറന്നു വീണ് തന്നെ എത്തിയുമായിട്ടാ. നാട്ടുകാരാട്ടും തുപ്പും കേട്ട് തെരുവിൽ വളർന്ന ഓന് ഈ ദുനിയാവിനോട് തന്നെ പകയാ. ചില രാത്രിയിൽ ഓന് നമ്മളെ മുമ്പിലിരുന്ന് കൽബ് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഓന് കിട്ടിയിട്ടുമില്ല. ഇനി അതൊക്കെ ഓന് കൊടുക്കാൻ മോക്കേ കഴിയൂ. ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കും ഉണ്ടാവും. ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ. ബിരിയാണി പാർസൽ? ശരി. ഓണാ ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് തരാന്ന് വെച്ചപ്പോ അതിങ്ങനെയായി. നിനക്ക് ബിരിയാണി തിന്നാനുള്ള യോഗം ഇല്ലടി പെണ്ണേ. ആശുപത്രിയിലോ? പോയി പണി നോക്കണ. പട്ടിയെ പോലെ നീ റോഡിൽ കിടന്ന് ചാവണം. എന്ത് പറ്റി? അയ്യോ, ആരാണ് ചെയ്തത്? ഗോപുരം കൊടുത്തേക്ക്.
ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കടാ. അത് കണ്ടോ കിടക്കുന്നത്? ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വിറപ്പിച്ച വലിയ റൗഡിയാ ചമ്പക്കരപ്പൈലി. അടിയും തൊഴിയും വാങ്ങി അവശനായതോടെ സ്വന്തം ഭാര്യയും മക്കളും വരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ. ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക. എങ്ങനുണ്ട്? ചേച്ചി എന്തു പറ്റി? ബ്ലഡ് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. നോക്കട്ടെ. ഈ ടാബ്ലറ്റ് അല്ല, ഇതിലെ 6ാമത്തെ ടാബ്ലറ്റാ വേണ്ടത്. അയ്യോ, ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. അച്ചുട്ടി, ഈ പുണ്യം ചെയ്തവനാണെന്ന് ഞമ്മക്കിപ്പോ മനസ്സിലായി. അല്ലെ സിന്ധുവിനെ പോലത്തെ ഒരു പെണ്ണിനെ അണുക്ക് കിട്ടൂല. അച്ചൂട്ടി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയാ, ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം. ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ ജീവിതം അച്ചൂട്ടിയുടെ കയ്യിലാ. കുത്ത് അല്പം കൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നെന്നാ ഞാൻ കേട്ടത്. ആ, കുത്തിയവനെ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും. അത് ഉറപ്പാ. ആ പിന്നെ സാർ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും. അപ്പോട്ടെന്നാലേ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു. പറയാൻ അയാളെ കിട്ടിയിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിങ്ങിന് പോയി എന്നൊക്കെയാ മറുപടി. ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസിയാണെന്നാ വെപ്പ്. അതെ അതെ, തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ, ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആളാകെ മാറിയിരിക്കുക. ഛേ, തിരുവമ്പാടി അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ, ഏതായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവമ്പാടി വിളിക്കാം. ഓ ആ സേതു സാറേ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ CI എന്നെ പോലെയല്ല. ആള് വളരെ സ്ട്രിക്റ്റാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം. കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു. താൻ തന്നെ ജോലി നോക്കണോ? ഒന്ന് പോടോ. സാറേ, സാറ് പോ. ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടിട്ടത്? എടുത്തു മാറ്റ്. നിങ്ങളുടെ കാറാണോ? കാറ് ഞങ്ങളതല്ല, മേഡത്തിന്റെതാ. കാർ ഇവിടെ കൊണ്ടിട്ട് അവരെങ്ങോട്ട് പോയി? വിളിക്കവരെ. മേഡം ഓഫീസിലാരെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽ പെട്ടിരിക്കുക. ആ വിവരം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം. മേഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. CI ജോയി മാത്യു സാർ ഇപ്പൊ വരും. സാറ് വന്ന പ്രശ്നം വഷളാവും. ഓ, ഒന്ന് മാറി എന്നടാ, അങ്ങ് മാറിക്കടാ. സാർ, ആ ആക്സിഡന്റ് ആയ സ്ത്രീയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോ? ഇല്ല സാർ, വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എടോ, അവരെ ആ വണ്ടിയിൽ നിറക്കി വേറെ ഏതെങ്കിലും വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. പോലീസും പറഞ്ഞൊരു തൊപ്പിയും വെച്ചോണ്ട് നിൽക്കുക. എവിടെ അവര്? അവിടെയാണ് സാർ. കമോൺ. എന്റെ സാറ്, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ഇവിടെ മരിച്ചു പോകും. ആ തോമസേ, ഇവരെത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. അത് സാർ, അതൊന്നും എനിക്കറിയണ്ട. ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിക്കോളാം. കമോൺ. യെസ് സാർ. പോവാം. എല്ലാത്തിനും ലോക്കപ്പിലിട. യെസ്, ജോയ് മാത്യു ഹിയർ. സാർ, എന്താണോ താനോടെ കാട്ടിക്കൂട്ടുന്നത്? എന്താ സാർ? താൻ ആ ദേവയാനിയെ കസ്റ്റഡി എടുത്തോ? ഉവ്വ സാർ. അവരെന്താണ് ചെയ്തതെന്ന് സാറിന് അറിയാമോ? എല്ലാം എനിക്ക് അറിയാവടോ. അവള് കാരണം കേരളം മുഴുവൻ ട്രാഫിക് ജാം ആയിട്ടുണ്ടാവും. ആകട്ടടോ, താനാ പെണ്ണും പിള്ളേ വേഗം അങ്ങ് ഇറക്കി വിട്ടേരെ. സാർ, അവരെ ഉടനെ ഇറക്കി വിട്ടാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ്. എടോ, ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുക ഉടനെ അവരെ റിലീസ് ചെയ്യണമെന്ന്. സാർ, നമ്മൾ കഷ്ടപ്പെട്ട ഓരോ കേസുകൾ പിടിച്ചുകൊണ്ടുവരും. പ്രതികൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മോളിൽ നിന്ന് ഉത്തരവ് വരും ഉടനെ വിട്ടേക്കാൻ.
പിന്നെ എന്തിനാണ് സാർ നമ്മൾ ഈ കാക്കിക്കുപ്പായിട്ടുണ്ട് നടക്കുന്നത്? ഈ വേഷം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോണോ അല്ലേ സാർ നല്ലത്? താനേ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. തിരുവമ്പാടിക്കായലിൽ ഊത്തയും പിടിച്ചുകൊണ്ടുവന്ന വർക്കച്ചൻ എന്ന പീറച്ചെറുക്കൻ മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും പെണ്ണു കൂട്ടിക്കൊടുത്തു അവരുടെയൊക്കെ ആസനം നക്കിയും ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായെന്ന് കരുതി സാറിനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വിഷമമുണ്ട് സാർ. ഐ എം സോറി. ഞാൻ സാർ പറഞ്ഞത് ചെയ്തേക്കാം. വെക്കട്ടെ സാർ. എടാ തോമസേ, അപ്പോ അവളെ ഇറക്കി വിട്ടായിരുന്നോ? ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. എന്താ ബിരിയാണി? ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്. വെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം പറഞ്ഞ വേളെ. ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുത് ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ എന്റെ അമ്മോ, ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ. എന്റെ കട്ടിൽ അവിടെ പോയി. ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് ഓടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മരടൻ.
വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് ഇങ്ങനെയാ. എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ അതെ, നിലത്ത് കിടക്കണ്ട. കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ. എന്താ കാര്യം ഉണ്ടായിരുന്നു? കാര്യം എന്താ അവനോട് ചോദിക്കാം. എന്താണ്ടായിരുന്നു? എന്റെ പൊന്നിക്ക, ഞാൻ തെങ്ങ് കയറുന്നത് ചെത്തുകയായിരുന്നു. അറിയാണ്ട് താഴോട്ടൊന്ന് നോക്കിപ്പോയി. അപ്പൊ കുളിക്കണത് കണ്ട്. അതിനാണ് ഇപ്പൊ കൊല്ലാനും വേണ്ടി നടക്കണേ. അവിടെ ഈ കുളിക്കുന്ന ഓരോന്ന് കണ്ടുപോയി. അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ. എന്റെ കുളിയല്ല, പിന്നെ അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. നിന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് നിന്റെ പെണ്ണെന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായിട്ട് ഓളെ കഴുത്തിലൊരു മിന്ന് കേട്ടാൽ എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓൾ എന്റെ പെണ്ണാണ്? അല്ല, അത് പിന്നെ അതെ 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 അതെ, കുറെ നേരം നോക്കി കഴുത്ത താലി കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കി. നേരോ? മോനെ അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഓൾ എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തി എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇവിടെ നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചോട്ടിയുടെ പെണ്ണ്. കരയുന്നു. ചേച്ചി ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ
ഒരിക്കലും നീ ഇടവരുത്തരുത്. പാല്. എന്തിനാ ഇത്? എനിക്ക് നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. മതി മതി മതി. അതിനെ ബാക്കി കുടിക്കുന്ന വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? അച്ചൂട്ടി. ആരായി പേരിട്ടത്? അറിയില്ല. ഓർമ്മ വെച്ചതാണ് പോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. അങ്ങോട്ട് ആഞ്ഞു തള്ളടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ ഇറക്ക്. അടുത്ത ലോൺ എടുത്തു വാ. പെങ്ങളെ, ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ, സാക്ഷാൽ അവറാച്ചൻ മുതലാളി. വീട്ടുടമസ്ഥൻ വേറേ ഉള്ളൂ. വാടകാലം പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല. പഞ്ഞന്തൂറിൽ നിർത്തിക്കൂടെ മുതലാളി? കുളിമുറി എവിടെയാ കെട്ടണ്ടേ? കുളിമുറിയോ? അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം. എവിടെയാ സ്ഥലം വെച്ച് വേഗം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും പെങ്ങളെ. കെട്ടി തുടങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാ മതി. ഓ, പിന്നൊരു കാര്യം, എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കേറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ കുത്തുപാള എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി. ഓ, നിന്റെ കരുനാക്കൊന്നും പറയാതെ അട്ടപ്പാടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഇതവിടെ കൊടുത്താൽ മതി. ഇന്റർവ്യൂ ഞാൻ വിളിച്ചു പറഞ്ഞു. വലിയ ഉപകാരം. വരട്ടെ. വല്ലതും നടക്കോ? എവിടെന്ന് ആര്? സേതുരാമൻ സാറോ? നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണേ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. സാർ ഇരിക്കൂ. സത്യത്തിൽ 10 മണി മുതൽ സേതു സാറിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് കാരണം 2-3 പ്രോഗ്രാം ഉണ്ടായത് ക്യാൻസൽ ചെയ്തു. കുടിക്കാൻ എന്താ? ചായ, കാപ്പി? ചാക്കോ വേണ്ട. താനിപ്പോ പഴയ തിരുവമ്പാടിയല്ലല്ലോ, വളരെ തിരക്കുള്ള മന്ത്രിയല്ലേ. സാറ് വന്നത് മെറൈൻ ഡ്രൈവിലെ ആ പ്ലോട്ടിന്റെ കാര്യം തനിക്ക് കൂടെ അറിയാവുന്നതല്ലേ. അവിടെയാണല്ലോ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കേരള സ്റ്റൈൽ കുറെ കോട്ടേജിലും പ്ലാൻ ചെയ്ത്. അത് തന്നെ. പക്ഷെ ആ പ്രോജക്ടിന്റെ പ്ലാൻ
കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് 2 തവണ തള്ളിയതാണ്. അത് നമ്മൾ ഉടനെ സാങ്ഷനാക്കി എടുക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്ലോട്ടിന്റെ അടുത്തുള്ള ആ ചേരി ഉടനെ ഒഴിപ്പിച്ചു കിട്ടണം. നല്ല കണ്ണായ സ്ഥലമാണ്. സെന്റിന് 20 ലക്ഷം രൂപ വരെ അവിടെ വിലയുണ്ട്. സഹാൻ എന്ത് പറയുന്നു? സാറ് വന്ന് എന്തു പറഞ്ഞാലും ഒരക്ഷരം എതിര് പറയാതെ അത് നടത്തിത്തരാൻ കടപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഞാനൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പറയുന്നതുകൊണ്ട് സാറിന് വിഷമം തോന്നരുത്. 2 തവണ റിജക്ട് ചെയ്ത പ്ലാൻ വീണ്ടും തിരികെ കയറ്റി സാങ്ഷൻ ആക്കാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ചേരി അതവിടുന്ന് പൊളിച്ചു മാറ്റിയാന്ന് പറഞ്ഞ അതെന്റെ വോട്ട് ബാങ്കാണ്. അവരെ പിണക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തെണ്ടേണ്ടി വരും. ഇനിയും കൂടുതൽ ചേരികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെ കുറിച്ചാ എന്റെ പാർട്ടി ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ പാർട്ടി പ്രശ്നങ്ങളാ. പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് അതൊക്കെ പണയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എടോ തിരുവമ്പാടി, നിന്റെ ഇന്നത്തെ പൊസിഷൻ, ഇമേജ് ഇതൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്നും പൊട്ടി വീണതാണോ? നിന്റെ പാർട്ടിക്കാർ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വീശി എറിഞ്ഞ് നിന്നെ എവിടെ എത്തിച്ചത് ഈ സേതുരാമയ്യരാ. അത് നീ മറക്കരുത്. സാറിനെ മറന്നുകൊണ്ട് സംസാരിച്ചതല്ല ഞാൻ. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കിയില്ലേ പറ്റൂ. നിന്റെ നിലനിൽപ്പ് ഈ സേതുരാമയ്യർക്ക് നിന്നെ മന്ത്രിക്കസേര എഴുതാൻ അറിയാമെങ്കിൽ അത് നിറക്കാനും അറിയാം. സേതുരാമയ്യരുടെ ഈ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. സേതുരാമയ്യർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അച്ചൂട്ടി ഒന്ന് വീശിക്കോ? വേണ്ട, ഞാൻ അതൊക്കെ നിർത്തി. അച്ചൂട്ടി, നമ്മൾ തമ്മിലുള്ള പിണക്കമൊക്കെ എങ്ങ് കളയണം. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കില്ല. ഇത് പറയാനാണോ സേതുരാമ മുതലാളി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കാര്യം തുറന്നു പറയാലോ. ഇട്ടിച്ച മുതലാളിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. നിന്റെ വീട്ടിലൊരു പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവളെ കുറിച്ച് അറിയാനാ നിന്നെ കൂടി വിളിപ്പിച്ചത്. 1000 രൂപയുണ്ട്. ഇന്ന് രാത്രി അവളെ നീ എന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരണം. 1000 രൂപയോ? പോരെങ്കിൽ നീ പറ. 5000 രൂപയുണ്ട്. മതിയാ? നിനക്ക് ഞാൻ 5100 രൂപ തരാം. ഇന്ന് രാത്രി നിന്റെ ഭാര്യ എന്റെ വീട്ടിലെത്തിക്കാവോ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു അല്ലേ? ദേ അച്ചൂട്ടി എല്ലാം നിർത്തിയിരിക്കുക. എല്ലാം കാണായിരുന്നു. നീ അവിടെ നിന്നേ. ഇട്ടിച്ചൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട. എന്റെ ഭാര്യയാണെന്ന് അറിയാതെ പറഞ്ഞതല്ലേ? അതെ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിപ്പിച്ചത്. നീ വന്നേ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. വർഗീസ് തിരുവമ്പാടി, ആ പേരിന് പോലും അവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഏതോ പൂഞ്ഞാറിലോ കരിങ്ങാൻ തുരുത്തിയിലോ കിടന്ന ഒരു മണ്ണുണ്ണിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി വരെ ആക്കിയതിന്റെ പിന്നിൽ സേതുരാമയ്യരുടെ ബ്രെയിനായിരുന്നു. ഇപ്പോ അവനെല്ലാം മറന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഈ സേതുരാമയ്യർക്ക് കഴിയില്ല. വരുന്ന 13-ാം തീയതി അവിശ്വാസ പ്രമേയമാണ്. തിരുവമ്പാടിയുടെ 2 MLA-മാരെ 2 ദിവസത്തിനകം നീ ഇവിടെ എത്തിക്കണം. അവന്റെ മന്ത്രി കസേര അതൊടിഞ്ഞു വീഴുന്നത് എനിക്ക് കാണണം. സിന്ധു, 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 ഉറങ്ങായിരുന്നു? എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചോട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ. എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്?
ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷേ അച്ചുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചുവേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോട് നിർത്തിയെന്ന് സത്യം ചെയ്. ഒരു കൈ സഹായിച്ചേൻ. ഈ കൈ മതി. ഈ കൈ അത് വേണ്ട. പണിയെടുക്കണ. ഉസ്താദ്, ഈ പണി ഇങ്ങനെ പോയി നമ്മുടെ ഓയിൽ സീൽ തല്ലൂട്ടോ. എടാ, ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുക, പിന്നെ പരിചയം ആയിക്കോളും. അതിനാള് ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയമാ. എന്തിനാ അത് പൊക്കണേ? അതവിടെ ഇരുന്നോട്ടെ. എന്താ എടുക്കണ വലിയ കാര്യം. ഞാൻ പൊക്കും. ഞാൻ പൊക്കാൻ പറ്റില്ല. അതെ, ഒന്ന് വേഗം കൊണ്ടുപോവാ, വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയായത്. എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന്? ദേ അച്ചുവേട്ടാ, അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ടാ, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചുവേട്ടൻ കഴിക്കും, എന്നിട്ട് ഞാൻ കഴിക്കാം. മതി മതി, നീ എവിടെ ഇരിക്ക. സാമ്പാർ. മതി. എന്താ? ഒന്നുമില്ല. എന്താ അച്ചുവേട്ടാ? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചുവേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ്, അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. സിന്ധു, ദാ വരുന്നു. വേഗം കൊണ്ടുപോവാ, സമയം പോയി. വരട്ടെ. പിന്നെ പകല് പോത്തിനെ പോലെ ഉറങ്ങിക്കരുത്. വേണ്ടി പറഞ്ഞ എനിക്കൊന്നുമില്ല. സിന്ധു അല്ലേ? നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത്? കൊള്ളാം. നാളെയാ അവിശ്വാസ പ്രമേയം. ഇന്ന് തന്നെ MLA മാരെ പൊക്കിയില്ലേ, പ്രശ്നം വഷളാകും. ഇതാ, എന്താ ഇത്? ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം വിചാരിച്ചതാ. ഞാനെല്ലാം നിർത്തി. നിർത്തിയോ? കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ വാങ്ങാൻ തോന്നി, ഇപ്പൊ തോന്നി വേണ്ടെന്ന്. ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്. അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക? ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ.
മനസ്സിലായോ? ലോകം അത് കുറെ കണ്ടവനായി അച്ചൂട്ടി. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. മനസ്സിലായോ? സേതുരാമയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. നിന്റെ മാറ്റം, പുതിയ ജീവിതം, സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി ഇരിക്കാൻ. എന്താ അച്ചൂട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ദേ അച്ചൂട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം. 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ഈ അച്ചൂട്ടിന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധു യാത്ര? എന്താ കുഴപ്പം? ഇവിടെ ആരും ഇല്ലേ? ഇത് ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണ, അതിൽ ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചൂട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ, വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കും? ഞാൻ ചായ. അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചൂട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചൂട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. നീയല്ലേ അച്ചൂട്ടി? അതെ, കേരള ജീപ്പിലെ. എന്താ കാര്യം? പിടിച്ച് കയറ്റടോ അവനെ. വണ്ടി. അച്ചൂട്ടി സ്പിരിറ്റ് രാജാക്കന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും വാടക കുണ്ട. മോഷണം, അടിപിടി, ബലാസംഗം, കൊലപാതകം. പിന്നെ എന്തൊക്കെയാണ് നിന്റെ ആക്ടിവിറ്റീസ്? സർ, കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാം നിർത്തി ഒരു കുടുംബമായിട്ട് സമാധാനത്തോടെ കഴിയുക. ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നിന്റെ പേര് പോലും ഇവിടുത്തെ ഫയലുകൾ കാണുന്നില്ല. സോ ഐ നീഡ് യുവർ ഫുൾ ഡീറ്റെയിൽസ്. എനിക്ക് ആദ്യം അറിയേണ്ടത് നിന്റെ തന്തയുടെ പേരെന്താണെന്നാണ്. പറ, നിന്റെ തന്തയുടെ പേരെന്താണ്? അറിയില്ല. സ്വന്തം തന്തയുടെ പേരറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോടാ? പറയേ, നിന്റെ തന്തയുടെ പേരെന്താണ്? എനിക്കറിയില്ല.
പറയടാ, എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? നീ പറയത്തില്ല അല്ലേ? നീ പറയില്ല അല്ലേ? പറ. എനിക്കറിയില്ല. പറയാൻ എനിക്കറിയില്ല. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ജീവിക്കണം. എല്ലാവരും അത് എന്നെ അനുവദിക്കണം. അല്ലെങ്കിൽ ഈ സാധനങ്ങളും സി ജോയ് മാത്യു കസ്റ്റഡിയിലെടുത്തു. ജോയ് മാത്യു അല്ലേ? ഐ ആം സേതുരാമയ്യർ. അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്. വരൂ. പാറശാലയിൽ നിന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തെന്ന് അറിഞ്ഞു. ഇരിക്കും. ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അത് ശരിയല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാലിച്ച് നിൽക്കുന്ന കാക്കിക്കുപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നട്ടലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത്. ഐ മീൻ എ ബ്രേവ് യങ് മാൻ. കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ. ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടു. വളരെ ചെറിയ സാധനമല്ലേ, വെറും 3 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ. ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളായി എന്റെ വയറ്റിപ്പഴപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്തോളാം. അപ്പോട്ടെ നേരെ. ഇതെന്റെ ഒരു ചെറിയ പാരിതോഷികം. ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാ പോലീസുകാരെയും നിങ്ങൾ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷേ ജോയ് മാത്തുവിനെ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാനാവില്ല. ഞാൻ ആരാണെന്ന് അറിയാം. കാഞ്ഞിരപ്പറമ്പിൽ ചെത്തുകാരൻ ഭാർഗവൻ മകൻ സദാനന്ദൻ സേതുരാമ അയ്യരായി അവതരിച്ച കഥ നാട്ടുകാർക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് എനിക്കറിയാം. 18-ാം വയസ്സിൽ പാണാങ്കുറിച്ച് ഇന്ന് കള്ളവണ്ടി കയറിയ സദാനന്ദൻ എന്ന ഈർക്കിളി പയ്യൻ ഇപ്പോ തടിച്ചു കൊഴുത്ത് സേതുരാമ അയ്യരായ ചരിത്രം ഇനിയും ഞാൻ വർണ്ണിച്ചാൽ നാറും. വേണോ? സിന്ധു, അല്ല വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയപ്പാ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസം ഉണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെവിടെ? ഉറങ്ങ. ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട്. ചക്കര ശരി. എന്താ വേണ്ടേ? വേണം. ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഈ അടപ്പൊന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തിച്ചാമ്പലാകും.
ആ ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. എത്രയായി? ഇതാ. ആ സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ആട്ടോ. ഹലോ, ഒന്ന് നിക്കടേ, സഞ്ചി മതി. ആ പോട്ടെ. അച്ഛ വരൂട്ടാ, അച്ഛ ഇപ്പൊ വരൂടാ. അതും മോന്റെ അച്ഛനല്ല. നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളെ പറ്റിക്കോ മോന്റെ അച്ഛൻ? എത്രയായി? നേരം വൈകിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മോനെ പറ്റിച്ചു. കേട്ടോടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സന്തോഷായി ചേട്ടാ. ഇത് ഗൃഹം പിടിച്ചേ, ഞാനതൊക്കെ എടുത്തു വെക്കട്ടെ. അല്ല, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യയൊന്നും ഇല്ലേ? വന്ന് കയറിയല്ലുള്ളൂ. എല്ലാം റെഡി. 2 തരം പായസം ഞാൻ അച്ചോട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരെ? ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ? എന്താ സംശയം? മോനെ ഇല്ല 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 ഇല്ല. നമുക്ക് പോവാം, നമുക്ക് നോക്കാം. ഓ, എന്തൊരു വാശിയത്. നീ ഒന്ന് പിടിച്ചേ. അവിടെ അങ്ങനെ ഞാനൊന്ന് മാറ്റി. കരയത് മോനെ. എന്താ മോനെ ഇത്? അച്ചുവേട്ടാ, അതാ വരുന്നു. കരയല്ലേ കരയല്ലേ. എന്താടാ ഇവനൊന്ന് പുറത്തു കൊണ്ടുവയ്ക്കേ. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വാ, നമുക്ക് പോവാം. അതൊന്നും വേണ്ട, വാ. വേണ്ടടാ, കരയുണ്ട്. നോക്കി എന്തിനാ മോൻ കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? എന്താടാ ഇത്? ഉസ്താദെ, ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചതാ. മോൻ ഇതുവരെയായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ നട്ടപ്പാടി പോവാ. എന്താ? അമ്മേനെ ഒന്ന് കാണണം. മോനെ ദേ നോക്കിയേ, ഇതെന്താ? അതെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. സിന്ധു, മാമന് തൊട്ട് തരാട്ടാ. മണിയനത് എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നീ എന്തിനാ കരയുന്ന വെറുതെ? അല്ലാണ്ട് ഉസ്താദിന്റെ അടുത്ത് മോനെ കൊടുക്കോ? അവൻ അട്ടപ്പാടിക്ക് പോവാ. എവിടെയും പോകുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ബസ് പോവും. അപ്പൊ നാളെ പോവാം. ഇത് കണ്ടോ, അവൻ കൊണ്ടുവന്നാ. എന്തിനാ മണിയാ ഇതൊക്കെ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ പെങ്ങളെ? പിടിച്ചേ. ഇവന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ഇടിക്കുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എന്താടാ ഇത്? വീടടാ മോനെ. അമ്മ പോട്ടെ. വീടടാ മോനെ. സിന്ധു, ഇത് കൊണ്ടുവയ്ക്കോ. അമ്മ പോയി ചോറ് കഴിച്ചോക്കിട്ടോ. അപ്പോഴേക്ക് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വരുമ്പോ നിനക്കൊരു സമ്മാനം കൊണ്ടുവരും.
എന്നിട്ട് കുറുമ്പ് കാണിക്കാണ്ട് നിൽക്കണട്ടാ. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. Oh!